Let everybody be blessed with God's word. കഴിഞ്ഞ ചില ദിവസങ്ങളായി നാം എലീശയുടെ ഈ ഭൂമിയിൽ ദൈവം ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. For the past few weeks we have been learning about Elisha's life in this world. കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചത് മനഃപൂർവ്വം തെറ്റ് ചെയ്ത വ്യക്തിയും അറിയാതെ തെറ്റ് സംഭവിച്ച വ്യക്തിയും ദൈവസന്നിധിയിൽ പ്രാപിച്ച രീതിയെക്കുറിച്ചാണ്. Last week we learned about a person who knowingly made a mistake and who unknowingly made a mistake. അവരെ പായസം ഉണ്ടാക്കിയപ്പോൾ അബദ്ധം പറ്റി അറിയായ്മയോട് സംഭവിച്ചതാണ്. ആ പേച്ചുര കാട്ടുവള്ളി അത് വിഷമായി ആ പായസത്തിൽ ചേർക്കപ്പെട്ടു. When they made the food, the wild vines were in the midst. It was done unknowingly. എന്നാൽ അതുകൊണ്ട് ഒരു അപകടം സംഭവിക്കാൻ ദൈവം സമ്മതിച്ചു. But God did not create a problem in the midst of it. എന്നാൽ ഗേഹസി ചെയ്തത് മനഃപൂർവ്വമായിരുന്നതിനാൽ ദൈവം ഗേഹസിയെ ശിക്ഷിച്ചു. But Gehazi's mistake was knowingly done. That's the reason why he was punished. നമ്മുടെ സ്ഥിതി മനസ്സിലാക്കി നമ്മുടെ ഇടപെടുന്ന ദൈവമാണ് നാം സേവിക്കുന്നത്. We worship and serve a God who knows every single thing that we go across in this world. ഇന്ന് എലീശയുടെ മറ്റു ചില പ്രവൃത്തികളെക്കുറിച്ച് നാം പഠിക്കുവാൻ പോവുകയാണ്. Today we continue to learn about the same prophet of Elisha, and we learn more about him. 7-ാം അധ്യായത്തിലെ അതിന്റെ 1-ാമത് വാക്യം 2 Kings 7 verse 1. അപ്പോൾ എലീശ യഹോവയുടെ അരുളപ്പാട് കേൾപ്പിൻ. നാളെ ഈ നേരത്ത് ശമര്യയുടെ പടിവാതിൽക്കൽ ശേക്കെലിന് ഒരു സെയ ഗോതമ്പുമാവും ശേക്കെലിന് 2 സെയ യവവും വിൽക്കും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു പറഞ്ഞു. നാളെ ഈ നേരത്തെ ശമര്യയുടെ പടിവാതിൽക്കൽ. Tomorrow about this time in the gate of Samaria. ഈ വേദഭാഗം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വേദഭാഗം. Each one of us know about this specific chapter. എന്നാൽ ഇത് കർത്താവ് നമ്മോട് ഒരു പുതിയ ദൂത് സംസാരിക്കുക. But God has put in my mind a new message from this verse. എലീശ പറയുന്നു നാളെ ഈ നേരത്തെ ശമര്യയുടെ പടിവാതിൽക്കൽ ഇതനുസരിച്ചുള്ള ഭക്ഷണം. Elisha said, tomorrow about this time at the gate of Samaria you will receive the food. ഈ സാഹചര്യം ദൈവമക്കളെ മനസ്സിലാക്കുക. You have to understand the circumstance here. പട്ടിണി കൊണ്ട് മനുഷ്യൻ എത്രമാത്രം താഴാമോ അത്രയും താഴ്ന്ന സ്ഥിതിയിലെത്തിയിരിക്കുക. Because there was this heavy famine, people had gone down to their knees being hungry. കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചത് ശൂന്യക്കാരിക്ക് ധനികയായ സ്ത്രീയുടെ മകൻ മരിച്ചത് ജീവിപ്പിച്ചു കൊടുത്ത ദൈവപ്രവൃത്തിയെ കുറിച്ച്. Last week we heard about the miraculous sign which was done about the son of the rich lady who died and he was risen by Elisha. എന്നാൽ ഈ ഭാഗം നാം പഠിച്ചാൽ അതിന് മുകളിൽ കാണുന്നത് 2 സ്ത്രീകൾ കൂടി ഒരു തീരുമാനമെടുത്തു ക്ഷാമപരിഹാരത്തിന് വേണ്ടി. But if we come across this chapter, the verse which is about this, it says about these 2 women who came across a decision. ഇന്ന് എന്റെ മകനെ നമുക്ക് ഒരുമിച്ച് പുഴുങ്ങി തിന്നാം, നാളെ നിന്റെ മകനെ നമുക്ക് ഒരുമിച്ച് പുഴുങ്ങി തിന്നാം. The decision was, today let us cut your son and eat, and tomorrow let it be mine. അതിന്റെ 6-ാം അധ്യായം 28-ാമത് വാക്യം. Chapter 6 verse 28. രാജാവ് പിന്നെയും അവളോട് നിന്റെ സങ്കടം എന്തെന്ന് ചോദിച്ചതിന് അവൾ, ഈ സ്ത്രീ എന്നോട് നിന്റെ മകനെ കൊണ്ടുവാ, ഇന്ന് നമുക്ക് അവനെ തിന്നാം, നാളെ എന്റെ മകനെ തിന്നാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്റെ മകനെ പുഴുങ്ങി തിന്നു. കണ്ടോ, സ്വന്തം കുഞ്ഞുങ്ങളെ പുഴുങ്ങി തിന്നത്തക്കവണ്ണം മനുഷ്യൻ താണ അവസ്ഥയിലെത്തിയ അന്തരീക്ഷം. To boil their own son and eat, that was the circumstances in that time, in that place. ഇത്രയും മനുഷ്യനെ അധപ്പതിക്കുന്നു. Can a man go so brutal? അവൾ പറയുകയാണ് രാജാവിനോട്, ഇന്നലെ എന്റെ മകനെ ഞങ്ങൾ പുഴുങ്ങി തിന്നു. She is telling to the king, yesterday we boiled my son and we ate. ഇത്രയും പ്രയാസമുള്ള
പ്രയാസമുള്ള അന്തരീക്ഷത്തിൽ അവിടെ എലീശ ജീവിച്ചിരിക്കുക. Even in those circumstances, Elisha was alive in that place. ഏലിയാവിന്റെ കാലത്ത് ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. During the time of Elijah, nothing happened like this before. എന്നാൽ ഏലിയാവിനേക്കാൾ ഇരട്ടി ആത്മശക്തി പ്രാപിച്ച ഒരു ദൈവദാസൻ ഇപ്പോൾ ഇവിടെ ജീവിച്ചിരുന്നു. But double the spirit of Elijah, Elisha was alive, and that is the time when the circumstances is there. ആ ദൈവദാസന്റെ കാലത്ത് തനിയായ ഒരു സ്ത്രീക്ക് ഒരു കുഞ്ഞുണ്ടായതും ആ കുഞ്ഞ് മരിച്ചത് ജീവിപ്പിച്ചു കൊടുത്തതും കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും. We are very happy to hear that during his time, that is Elisha's time, the son of the rich lady died and he was risen back to life by Elisha. ഇത്രയും ദൈവകൃപയുള്ള ഒരു ദൈവദാസൻ ജീവിച്ചിരിക്കുമ്പോൾ ആ ദേശത്ത് മക്കളെ പുഴുങ്ങി തിന്നത്തക്കവണ്ണം പ്രയാസം ഉണ്ടാകും. The saddest part is, even when the same prophet is alive over there, even at that time they boiled their own son and they had feasted over it. നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നില്ലേ സഹോദരങ്ങളെ? ഇത്രയും പ്രയാസം ഒരു മനുഷ്യന്, ഒരു സമൂഹത്തിന്, ഇത്രയും ഉന്നതനായ ദൈവദാസൻ ഉള്ളയിടത്ത് സംഭവിക്കും. Will it happen if this high prophet, even if he is there? സംഭവിക്കും. It can happen. സംഭവിച്ചതുകൊണ്ടല്ലേ ദൈവം ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. It happened, that's the reason why it is there in the scripture. Praise the Lord. ഒന്നാം ഭാഗമായിട്ട് അത് കിടക്കട്ടെ. Let's learn that part in part by part. That's the first part. രണ്ടാമത്തെ ചിന്ത അതിന്റെ 7-ാം അധ്യായം 3-ാമത് വാക്യം. The second part is from the chapter 7 verse 3. അന്ന് കുഷ്ഠരോഗിയായ 4 ആൾ പടിവാതിൽക്കൽ ഉണ്ടായിരുന്നു. കുഷ്ഠരോഗികളായ 4 പേർ അവിടെ ഉണ്ടായിരുന്നു പടിവാതിൽക്കൽ. There are 4 leprous people at the gate. എലീശായുടെ കാലത്ത് ഒരു സേനാധിപതിയായിരിക്കുന്ന നയമാൻ കുഷ്ഠരോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചത് യോർദാനിൽ മുങ്ങി ദേഹം ഒരു ബാലകന്റെ ദേഹം പോലെയായി സൗഖ്യം പ്രാപിച്ചത് നമുക്കറിയാം. We also know during the time of Elisha, Naaman was healed and his body was turned like a baby's skin. എന്നാൽ അതേ എലീശ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇതാ വേറെ 4 കുഷ്ഠരോഗികൾ സൗഖ്യമാകാതിരിക്കും. At the same time, there were 4 lepers also who is not healed at that time. നിങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്താൽ ചിന്തിച്ചാൽ Just imagine and distinguish between these 2 lepers. ഒരു സ്ത്രീക്ക് കുഞ്ഞുണ്ടാകാതിരിക്കുന്നു, അവൾക്ക് അത്ഭുതകരമായ ഒരു കുഞ്ഞുണ്ടാകുന്നു, ആ കുഞ്ഞ് മരിക്കുന്നു, ആ കുഞ്ഞിനെ തിരിച്ച് ജീവിപ്പിക്കുന്നു. എലീശായുടെ കാലം One woman was praying for a baby, she did not have, but when she had, that baby died, and when the son died, he was rose again. That was the time during Elisha. എന്നാൽ മറ്റൊരു വീട്ടിൽ അവിടെ പട്ടിണി കൊണ്ട് ആ വീട്ടിലെ അമ്മ അവിടെ കൂട്ടുകാരിയും മൊത്ത് അവിടെ മകനെ പുഴുങ്ങി തിന്നുന്നു. ഇതേ എലീശായുടെ കാലം. And in the other house, when we look at it, there are 2 women. One woman boiled a baby and they ate together. അന്യദേശത്ത് നിന്ന് കടന്നു വന്ന ഒരു വലിയ കുഷ്ഠരോഗി ഈ എലീശായുടെ കാലത്ത് യോർദാനിൽ മുങ്ങി ഒരു ബാലകന്റെ ദേഹം പോലെ ദേഹമാക്കി സൗഖ്യം പ്രാപിച്ച് സന്തോഷത്തോടെ തുള്ളിച്ചാടി തിരിച്ചു പോകും. A person from a different region coming to Elisha and is getting healed by dipping himself in Jordan River, and his body is like the baby's skin. അപ്പോൾ തന്നെ വേറെ 4 കുഷ്ഠരോഗികൾ അതേ സ്ഥലത്ത് ഈ എലീശായുടെ കാലത്ത് കുഷ്ഠരോഗികളായി തന്നെ ഇരുന്ന് മരിക്കേണ്ടി വരും. On the other hand, there were 4 lepers at the same place where Elisha was, and they're about to die. ഇതിൽ ആദ്യത്തേത് കേട്ടാൽ പഠിച്ചാൽ ഇരട്ടി ആത്മശക്തി പ്രാപിച്ചതുകൊണ്ടുള്ള ഗുണവും സന്തോഷവും നമുക്ക് കിട്ടും. We would be more than happy to understand that the first thing which took place is because of the spirit that was doubled within Elisha. എന്നാൽ ഈ രണ്ടാമത്തെ വിഷയങ്ങൾ ദുഃഖകരമായി കാര്യങ്ങൾ കേൾക്കാൻ പോലും നമുക്ക് ബുദ്ധിമുട്ടാണ്. But the second part we do not want to hear, or we don't want to comprehend about നിങ്ങൾ it. ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. I'm not thinking that you must have thought in this way. ഈ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, പക്ഷെ നിങ്ങൾ ഇങ്ങനെ തമ്മിൽ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. You know about these 4 incidents, but I don't think that you must have distinguished between this. ഈ ആദ്യത്തെ അനുഗ്രഹങ്ങൾ വായിച്ചിട്ട് നമ്മൾ പറയും വലിയ കൃപയുള്ള ദൈവത്തിന്റെ ദാസനാണ്, ഇങ്ങനെ വേണം ആത്മീയ ശ്രേഷ്ഠം.
the first blessings which was being done, we will say that the reason why he was able to do it because he had double spirit within him. രണ്ടാമത്തെ ഭാഗം വായിച്ചിട്ട് പറയും, ഇങ്ങനെയാണെങ്കിൽ ഇത് വലിയ ശത്രുവിന്റെ പോരാട്ടമായി, ഇത് പിശാച, കൊടിയ പിശാച, കൂടോത്രമ എന്നൊക്കെ ചിന്തിച്ചു. The second part, if we realize that we might even say that it is a demonic or it is something that is coming from Satan. ഇത് ഏതെങ്കിലും മറ്റൊരു പുസ്തകത്തിലായിരുന്നെങ്കിൽ നമുക്ക് തള്ളിക്കളയാമായിരുന്നു. വിശുദ്ധ ദൈവത്തിലായിരിക്കാൻ ഇതെല്ലാം സത്യവും. If it was something from a different book, then we could have rejected it, but it is all mentioned in this Holy Scripture. അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ, എത്ര ആത്മശക്തി പ്രാപിച്ചാലും എത്ര ആത്മീയമാണെങ്കിലും ഈ ലോകത്തിൽ സന്തോഷം മാത്രമല്ല ദുഃഖം കൂടി നാം ഏറ്റെടുക്കേണ്ടത്. So my brother, I just wanted to exhort you by saying that even though you are mighty in spiritual life, you have joy at the same time you have suffering. എന്നാൽ ഇവിടെ തന്നെ നിങ്ങൾ ചിന്തിക്കുക, പ്രവാചക ശിഷ്യന്മാരുടെ സ്ത്രീ പറയുകയാണ്, എന്റെ ഭർത്താവ് ദൈവഭക്തനായിരുന്നു, പക്ഷേ ഇപ്പോൾ മക്കളെ കടക്കാതെ പിടിച്ചുകൊണ്ടുപോകാൻ വന്നിരിക്കുന്നു. The same book also tells us about an incident where a disciple of the prophet had died and his wife came to them and said, my sons have been taken away. ദൈവത്തെ വിളിക്കുന്നവന്റെ വീട്ടിൽ കടം വന്നത് കണ്ടു. There can be problems in a person who serves God. അടുത്തത് എലീശയുടെ ശിഷ്യന്മാർ താമസിക്കുന്ന ഞെരുക്കമാണെന്ന് പറഞ്ഞ് മരം വെട്ടാനായിട്ട് കടന്നു. Some disciples also went to cut trees because there was a lot of famine. കോടാലി ഊരി വെള്ളത്തിൽ വീണു. The axe fell into the water. അവർ എലീശയോട് പറയുകയാണ്, അതെങ്ങനെയെങ്കിലും എടുത്തു തരണം, അത് കടം വാങ്ങിയതായി. They said to Elisha, we need to retrieve that from the water because it was borrowed by somebody else. പണം മാത്രമല്ല, വിവിധ ആവശ്യങ്ങളുടെ മുഖത്ത് ഇവർ കടക്കാരായി മാറുന്നത് കണ്ടു. It's not only the monetary thing, but also other things that according to the world that they were brought into. കോടാലി പോലും കടം മേടിക്കേണ്ട സ്ഥിതിയിൽ വന്നു. They came to a situation where they even have to borrow an axe. Praise the Lord. Hallelujah. ദൈവജനമേ, ഈ ഭൂമിയിൽ നമുക്ക് കഷ്ടങ്ങളുണ്ട്. We have sufferings in this world, my brother. എത്ര ആത്മശക്തി പ്രാപിച്ചാലും ഈ ഭൂമിയിൽ കഷ്ടങ്ങളുണ്ട്. No matter how spiritually you are blessed, you still have suffering. എത്ര വലിയ എലീശ കൂടെ ഉണ്ടെങ്കിലും ഈ ഭൂമിയിൽ വിഷമങ്ങളുണ്ട്. No matter how big Elisha you have with you, you still continue to have suffering. നിങ്ങൾ ഇന്ത്യയിൽ താമസിച്ചപ്പോൾ ധരിച്ചു കാണും, അമേരിക്കയിൽ വന്നാൽ പ്രയാസങ്ങൾ മാറിക്കിട്ടും. When you live in India, you must have thought when you come to America, the problems would be resolved. എത്ര പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു, അമേരിക്കയേക്കാൾ നല്ലത് ഇന്ത്യയായിരുന്നു. Many a times we have repeatedly said that India was better. നിങ്ങൾ ലോകത്ത് എവിടെ പോയാലും കഷ്ടം സഹിച്ചേ മതിയാകും. No matter you go anywhere around this world, there is suffering. ലോകത്തിൽ എവിടെയെങ്കിലും നന്മ മാത്രമുള്ള, സുഖം മാത്രമുള്ള, സന്തോഷം മാത്രമുള്ള ഒരു സ്ഥലം കാണിച്ചു തരാം. Can you show me at least one place in this world where you only will find joy? ഇല്ല. You will not. കാരണം ഈ ലോകം പാപത്താൽ ശപിക്കപ്പെട്ട ലോകം. The reason it is because this world has come to a sinful nature. ഒന്നാമത്തെ മനുഷ്യന്റെ പാപനിമിത്തം ഈ ലോകത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന ശിക്ഷയാണ് രോഗം, ദുഃഖം, വിയർപ്പ്, കഷ്ടത എല്ലാം. The first man in this world sinned. That's the reason God has cursed this world with sufferings. ലോകത്തിൽ ആരെങ്കിലും നോക്കിയാൽ മരണം ഇല്ലാതാക്കാൻ കഴിയുമോ? Can anybody control death in this world? അത് ദൈവം കൊടുത്ത ശിക്ഷയാണ്. അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. It is a curse that has been given by God and it will continue to do it. Praise the Lord. Hallelujah. സഹോദരങ്ങളെ, പിന്നെ എന്താണ് നാം ദൈവത്തെ വിളിക്കുന്നതിനുള്ള വ്യത്യാസം? So what is the difference that we serve God? ഈ കഷ്ടങ്ങളുടെ നടുവിൽ അവയെ അഭിമുഖീകരിക്കാനും അതിജീവിക്കാനും ആവശ്യമായ പ്രാപ്തി ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കും. In the midst of all this suffering, it is the God's grace that can overcome all this problems. അതിനാണ് വേദപുസ്തക ഭാഷയിൽ കൃപ എന്ന് നാം വിളിക്കുന്നത്. That is the reason, according to this Bible, we say it is grace. ദൈവത്തിന്റെ ദയ നമ്മുടെ പാപത്തെ ക്ഷമിച്ചു. ദൈവത്തിന്റെ കൃപ നമ്മുടെ പ്രയാസങ്ങളെ അതിജീവിക്കാൻ നമ്മെ ബലപ്പെടുത്തും. It is the mercy of God that washed away our sin, and it is the grace of God that can help us overcome our problems. അതാണ് വ്യത്യാസം. ദൈവത്തിന്റെ കൃപ നാം പ്രാപിക്കുന്നത് സന്തോഷത്തോടെ ഈ ഭൂമിയിൽ എപ്പോഴും ആയിരിക്കാനുള്ള നമ്മുടെ
അതിജീവിപ്പാനുള്ള പ്രാപ്തി നാം സ്വന്തമാക്കുവാൻ വേണ്ടി. The reason that is because the grace of God will enable each one of us to overcome any situation that we go across in this world. Praise the Lord. യേശു ജീവിച്ചിരുന്ന കാലത്ത് ഭൂമിയിൽ മരിച്ച എല്ലാവരെയും യേശു എഴുന്നേൽപ്പിച്ചു. When Jesus lived in this world, did he rose all the dead people? യേശു പരിശുദ്ധ ആരംഭിച്ച 3.5 വർഷം ഈ ഭൂമിയിൽ രോഗികളാരും ഇല്ലായിരുന്നു. Weren't the people who were sick when Jesus came into for his 3.5-year ministry? കർത്താവ് അനേകരെ സൗഖ്യമാക്കിയിട്ടുണ്ട്. He healed a lot of sick people. കർത്താവ് 3 പേരെ മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. He rose 3 people from their dead. യേശു ശുശ്രൂഷ ആരംഭിച്ച കാലത്ത് 3 പേർ മാത്രമേ ഭൂമിയിൽ മരിച്ചിട്ടുള്ളൂ. So do you think only 3 people died when Jesus was doing his ministry in the world? അല്ല. No. നോക്കുക, യേശു ജീവിച്ചിരുന്നാലും ഈ ഭൂമിയിൽ രോഗമുണ്ട്, ഈ ഭൂമിയിൽ മരണമുണ്ട്, ഈ ഭൂമിയിൽ കഷ്ടമുണ്ട്. Even though Jesus personally lived in this world, there is suffering, there is death, there is problems and everything. നാം ദൈവമക്കളായിരുന്ന കാരണത്താൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ മാറിയെന്ന് ചിന്തിക്കുന്നു. Do not think you are a God's child, so your problems and suffering would be solved. നീ ദൈവമകനായതിനാൽ ലോകത്തിലെ കഷ്ടങ്ങൾ മാറിയില്ല, എന്നാൽ കഷ്ടങ്ങളെ അതിജീവിപ്പാനും കഷ്ടങ്ങളെ അഭിമുഖീകരിപ്പാനും നീ പ്രാപ്തിയുള്ള വ്യക്തിയായി. Because you are a God's child, it's not that you will not have suffering, but you will have the courage and grace to overcome it. എന്നെ ഇവിടെ ചിന്തിപ്പിക്കുന്ന കാര്യം, ഇത്രയും ഗൗരവമുള്ള വിഷയം നടക്കുമ്പോൾ ആത്മശക്തി പ്രാപിച്ച മനുഷ്യൻ പറയുകയാണ്, നാളെ ഈ നേരത്ത് ദൈവം പ്രവർത്തിക്കും. In the midst of everything, the point that makes me think is, even in all this midst of the problem, he says, tomorrow there will be food. എന്റെ ചോദ്യം, ഇന്ന് എന്തുകൊണ്ട് ഈ ദൈവത്തിന് പ്രവർത്തിച്ചു? My question is, why God did not want to do it today? ഈ നാളെ എന്നുള്ളത് മാറ്റിയിട്ട് ഇത്രയും ക്ഷാമവും പ്രയാസമുള്ള ഈ സമയത്ത് ഇന്ന് ദൈവത്തിന് പ്രവർത്തിച്ചു. Can God not do the same thing by removing the tomorrow and doing it today? അത് തീരുമാനിക്കാൻ എലീശായ്ക്ക് പ്രാപ്തിയില്ല. Because Elisha cannot have a judgment over അത് it. തീരുമാനിക്കേണ്ടത് സ്വർഗ്ഗത്തിലെ ദൈവമാണ്. The decision needs to come from God only. Hallelujah. നിന്റെ പ്രയാസം എന്നാ മാറി കിട്ടണം, നിന്റെ രോഗം എപ്പോൾ സൗഖ്യമാക്കി തരണം, നിന്റെ ബുദ്ധിമുട്ട് എന്നാ തീർന്നു തരണം, അത് തീരുമാനിക്കുന്നത് ഞാനോ നീയോ എലീശയോ എലിയാവോ അല്ല, സ്വർഗ്ഗത്തിലെ ദൈവം. When our problem should be solved in this world, the only person who can decide is God. നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് ഇന്ന് നമ്മുടെ പ്രശ്നം പരിഹരിക്കുക. Everybody needs to get their problem resolved right now. ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടം നടക്കുവാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ സന്നിധിയിലെ മുഴങ്കാൽ മടപ്പല്ല, ദൈവത്തിന്റെ ഇഷ്ടം ഏറ്റെടുക്കുവാനുള്ള നമ്മുടെ മുഴങ്കാൽ മടപ്പാണ്. I have told you, when you pray, it's not to get your things resolved, but for the will of God to be delivered in your life. Praise the Lord. Hallelujah. ആത്മശക്തി ഇരട്ടി പ്രാപിച്ച മനുഷ്യൻ പറയുകയാണ്, ഇത്രയും ഗൗരവമുള്ള വിഷയം ഞാൻ കാണുന്നു, പക്ഷേ ഇന്ന് ഒന്നും നടക്കത്തില്ല, നാളെയും രാവിലെ നടക്കത്തില്ല, നാളെ ഈ നേരത്ത്. The same person who got double the spirit, who did not have control over anything, he said, it's not today or tomorrow, but tomorrow at this time. 24 മണിക്കൂർ കൊടുക്കുന്നത്. Did you see how he gave 24 exact hours? അതാണ് ദൈവത്തിന്റെ സമയം. That is God's timing. ദൈവത്തിന്റെ സമയത്ത് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. In God's time, God will help and deliver. അത് എലീശയാണെങ്കിൽ പോലും അതേ നടക്കട്ടെ. Even if it is an Elisha, it will only happen in God's time. നിങ്ങളുടെ സംശയങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഉത്തരം തരികയാണ്. In your doubt, the Holy Spirit is giving you this message. എന്തുകൊണ്ട് ദൈവമേ നീ പ്രവർത്തിക്കുന്നില്ല? Why, God, you are not helping me? എന്റെ മറുപടി ദൈവത്തിന്റെ സമയമാകാത്തതുകൊണ്ട്. My answer is, it's not God's time. എന്തുകൊണ്ട് ദൈവമേ അതിന്റെ സമയമാകുന്നില്ല? Why, God, it's not your time? അതിനിടയ്ക്ക് ദൈവത്തിന് ചെയ്യുവാനായിട്ടുണ്ട്. In the midst of it, God needs to work. അത് നിന്നെ തകർക്കുവാൻ വേണ്ടിയുള്ളതല്ല, It's not to destroy you. ദൈവത്തിന് മഹത്വമെടുക്കുവാൻ വേണ്ടിയുള്ളതല്ല. Glorification of God only. Hallelujah. Hallelujah. ദൈവപ്രവൃത്തി മനസ്സിലാക്കാതെ നിരാശപ്പെടുന്നു. Many times we are distressed because we do not know what the will of ദൈവം God is. നിനക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുന്നത് നിന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല. The reason why God is not answering your prayer is because He's angry with you. ദൈവം ഈ വിഷയം
വിഷയത്തിൽ ഇടപെടാതിരിക്കുന്നത് ദൈവത്തിന് കഴിവില്ലാത്തത് കൊണ്ടുമല്ല. He's not coming to your rescue right now because he does not have the mighty power. ദൈവം ഈ വിഷയത്തിൽ പ്രവർത്തിക്കാതിരിക്കുന്നത് ആത്മശക്തിയുള്ള പ്രാർത്ഥിക്കുന്ന ഒരു പ്രവാചകന്റെ കൂടെ ഇല്ലാതിട്ടല്ല. Because you do not have a mighty prophet with you, that's the reason why God is not answering your prayer. നിന്റെ പാസ്റ്റർക്ക് എത്ര ഭക്തിയുണ്ടെങ്കിലും, Even though your pastor has a lot of faith, നിനക്ക് എത്ര അത്യാവശ്യമുള്ള വിഷയമാണെങ്കിലും, even though it's an emergency in your life, ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിവുണ്ടെങ്കിലും, even though God has the power to do അത് it, വെച്ച് താമസിക്കുന്ന പിൻപിലെ ദൈവത്തിന് വലിയ ഒരു ഉദ്ദേശമുണ്ട്. that's the reason why ആ Jesus ഉദ്ദേശം മനസ്സിലാക്കി ദൈവത്തെ ആശ്രയിക്കാൻ നമ്മുടെ കർത്താവിന് നമുക്ക് സാധിക്കണം. let us encourage ourselves to trust in God for the will of God to be delivered. നമ്മുടെ പ്രയാസങ്ങളിൽ നാം ക്ഷീണിച്ചു പോകരുത്. We should not be weak in our suffering. നമ്മുടെ പ്രാർത്ഥനയ്ക്കുടനെ മറുപടി കിട്ടാത്തതിനാൽ നാം ക്ഷീണിച്ചു പോകരുത്. Because our prayers are not answered, we should not be അത് depressed. ശത്രു ജയമെടുക്കുന്നതല്ല. It's not because Satan is അത് there. ദൈവം നമ്മെ മറന്നു കളഞ്ഞതല്ല. It's not because God has forgotten you. ദൈവത്തിന്റെ മഹത്വത്തിനായി ദൈവം വെച്ച് താമസിപ്പിക്കുന്നതാണ്. It is for His glorification that is waiting. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കുന്നവർ ഓ ഹല്ലേലൂയ. സഹോദരങ്ങളുടെ മധ്യേ ക്ഷീണിക്കാതെ പിടിച്ചിരിക്കുന്നു. കർത്താവേ സ്തോത്രം, Remember this, സ്തോത്രം, even in the midst സ്തോത്രം. of the suffering, we can overcome. നമ്മുടെ ബുദ്ധി വെച്ചാണ് ദൈവത്തെ ഹല്ലേലൂയ. Many a times we use our own intellect to സഹോദരങ്ങളെ, God. ദൈവവും നാമും തമ്മിൽ എത്രയോ വ്യത്യാസമില്ല. It's a huge difference between God and we. നമ്മുടെ 1000 സംവത്സരം ദൈവത്തിന്റെ ഒരു ദിവസം. Our 1,000 years is equivalent to one day for God. ദൈവത്തിന്റെ ഭാഷയിൽ യേശു മടങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞേ ഉള്ളൂ. And according to the Bible, it's only 2 days that Jesus told that He's going to come back. 1000 വർഷം കഴിയുമ്പോൾ ദൈവത്തിന്റെ ഒരു ദിവസമേ ആയി. After your completion of 1,000 years, it's only one day. Praise the Lord. Praise be to God. ദൈവത്തിന്റെ കണക്ക് നമ്മുടെ കണക്ക് തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? Do you see the difference of math, what God and we do it here in this world? നമ്മുടെ ബുദ്ധിയും നമ്മുടെ കണക്കും നമ്മുടെ അറിവും വെച്ചാണ് ദൈവത്തെ അളക്കുന്നത്. Many times we use our intellect to know who God is. ദൈവം അങ്ങനല്ലല്ലോ. It is not who He is. അവൻ അനാദിയായും ശാശ്വതമായും ദൈവമാണ്. He is God and everlasting. ജ്ഞാനത്തോടെ ആകാശങ്ങളെ ഉണ്ടാക്കിയവൻ. Through His wisdom, He created the heavens. അല്പസമയം ആകാശത്തേക്ക് നോക്കി നിന്ന് നോക്കി ദൈവത്തിന്റെ ശക്തി ബുദ്ധി പ്രാപ്തി എത്ര വലുതാണ്. Just for some moments, just look at the sky and you will realize how mighty He has formed it. Praise the Lord. Hallelujah. ജ്ഞാനത്തോടെ ആകാശങ്ങളെ ഉണ്ടാക്കിയവൻ. Through His wisdom, He has created the heavens. ഹല്ലേലൂയ. ഹല്ലേലൂയ. Hallelujah. എനിക്ക് ദൈവത്തിന്റെ പ്രാപ്തിയെ കുറിച്ച് ഇന്ന് രാത്രി വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. I do not want to explain in detail about God's word. നമ്മുടെ ദൃഷ്ടിയിൽ കർത്താവേ സ്തോത്രം. ഒരു സ്ത്രീ ആ കുഞ്ഞിനെ പുഴുങ്ങി തിന്നിട്ട് പോലും ദൈവമേ ഭക്ഷണം കൊടുക്കാൻ വെച്ച് താമസിക്കുന്നത്. In our sight, we see that woman who boiled her own son and ate, and we would think within ourselves, why you are not giving that food? ദൈവത്തിന്റെ മറുപടി നാളെ ഈ നേരത്തെ ഞാൻ പ്രവർത്തിക്കുന്നു. God's answer for it is, it's only tomorrow at this time I'm going to work. Praise the Lord. അങ്ങനെയാണെങ്കിൽ നാളെ ഈ നേരത്തെ ദൈവം പറയുമ്പോൾ അത് മതി കർത്താവേ എന്ന് പറയുവാൻ നാം ബലം പ്രാപിക്കുക. So we should strengthen ourselves when God says tomorrow at this time, let us accept it. Praise the Lord. Hallelujah. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവേ സ്തോത്രം, സ്തോത്രം, ഇനി സ്തോത്രം. ഞാൻ ദൈവത്തിന്റെ ഒരു ദൂതൻ നിങ്ങളോട് സംസാരിക്കാം. So let me tell you an additional message what God has given me. 4 കുഷ്ഠരോഗികൾ നടന്നാൽ എന്തൊച്ച കേൾക്കും? Before lepers walk, what is the sound that can come from there? ഒന്നാമതേ അവരുടെ ശരീരം ബലഹീനം. First of all, their body is weak. അവർ രോഗികളെന്ന് മാത്രമല്ല പട്ടിണി ആയതുകൊണ്ട് ശരീരം വല്ലാതെ സുഖിച്ചു. It's not only they are weak, but they are also hungry, so their entire body is weak. ആരോഗ്യമുള്ളവർക്ക് ഭക്ഷണമില്ല, പിന്നാണ് കുഷ്ഠരോഗികൾക്ക് എവിടെ ഭക്ഷണം കിട്ടും? Just imagine the entire people do not have food there, including the lepers. ചാകാറായതുകൊണ്ട് അവർ പറയുകയാണ്, So because they are about to die, they are saying, നമ്മൾ ഇവിടെ കിടന്നാൽ ചാകും. they say, if we stay here, we're going to die. പട്ടണവാദിക്ക് ചെല്ലാന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല, കത്തുക. If we are going to the gate, they are going to kill us there. എല്ലായിടത്തും ഇവർക്ക് പോകാൻ ഒക്കത്തില്ല, കുഷ്ഠരോഗികളുണ്ട്. And they cannot go everywhere because they are lepers. നമുക്കൊരു കാര്യം ചെയ്യാം, ആരോഗ്യ പാളയത്തിലേക്ക് ഇല്ല. And they said that let's go to the Aramite army camp. So അത് കുറെ നാളായിട്ട് ഇങ്ങനെ ഇസ്രായേലിൽ ചുറ്റി കിടക്കുക. and for some time they are around in Israel. അവിടെ ചെന്നാൽ അവർ കൊല്ലി ആരെങ്കിലും കൊല്ലട്ടെ, ഏതായാലും മരിക്കാൻ പോകില്ല. Even though we are going to die, they are going to kill us, let them kill us. ഇങ്ങനെ ഓരോ നിമിഷം കൊണ്ട് മരിച്ച് ഇങ്ങനെ വിശന്ന് ചാകണ്ട, അവരൊക്കെ കൊന്നു.
minute by minute, we want to die. If they want to kill us, let them kill us. അവർക്ക് ദൈവം കഴിക്കുന്നു അത് നമുക്ക് കഴിച്ചിട്ട് ജീവിക്കാറുണ്ട്. And if they have some mercy and they give us food, let us just eat and then die. കേട്ടോ, ഇവരെ നടക്കാൻ തീരുമാനിച്ചു. Then they started to walk and decided to do that. Praise the Lord. Hallelujah. 4 പേര് കൂടി നടക്കുക. 4 people are walking together. ഈ വയ്യാത്ത മനുഷ്യന് 4 പേര് നടന്നാൽ അത് പട്ടാളത്തിന്റെ അടുത്തോട്ടാ പോകുന്നത്. അപ്പൊ പതിയെ പാർക്കും. And they're going to an army camp and they're weak in their body, so they're going slow by slow. പക്ഷെ നിങ്ങൾ ആ വേദഭാഗം വായിച്ചാൽ നിങ്ങൾക്ക് കേൾക്കാം, ആരാമ്യ സൈന്യത്തിന്റെ കാലിൽ മുഴങ്ങിയത് 8 കാലിന്റെ ഒച്ചയല്ല. And if you read that scripture, it's not that 8 sounds which came over there. നോക്കിയേ, അതിന്റെ 7-ാം അധ്യായം 6-ാമത്തെ വാക്യം. 7 verse 6. കർത്താവ് ആരാമ്യ സൈന്യത്തെ രഥങ്ങളുടെയും കുതിരകളുടെയും മഹാസൈന്യത്തിന്റെയും ആരവം കേൾപ്പിച്ചിരുന്നത് കൊണ്ട് മഹാസൈന്യത്തിന്റെയും ആരവം കേൾപ്പിച്ചു. It's the noise of a great army. Praise the Lord. Hallelujah. 4 നടന്നാൽ 8 കാലിന്റെ ഒച്ച. When 4 people walk, 8 people sound. അത് ഈ വയ്യാത്ത ശരീരം, ഈ പട്ടിണി കിടന്ന ശരീരം, ഈ കുറ്റരോഗം പിടിച്ച ശരീരം എന്തോ ഒച്ച കേൾക്കാൻ. Just imagine the same body who is completely weak and full of leprosy. എന്നാൽ ഇവിടെ നിങ്ങൾ കണ്ടോ, ഉടനെ ഈ 4 കാലുകളുടെ അഥവാ 8 കാലുകളുടെ ശബ്ദം ഒരു വലിയ സൈന്യം നടക്കുന്ന ശബ്ദമാക്കി. Hallelujah. Do you see that the same Glory. 4 people Hallelujah. have 8 legs? ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അവന്റെ പ്രവൃത്തി എത്ര വലുത്. God starts to Hallelujah. work, it's a great thing. നീ ധരിക്കുന്നില്ലേ, നിന്നെ കൊള്ളത്തില്ലെന്ന്. You think that you are not good enough, നിനക്ക് പ്രാപ്തിയില്ലെന്ന്, you do not have the strength, നീ രോഗിയാണെന്ന്, you are sick, നിന്റെ കാലിന് കഴിവില്ലെന്ന്. your legs are weak for that. എന്നാൽ നിന്റെ കാലുകളുടെ ശബ്ദം കോടി കാലുകളുടെ ശബ്ദമാക്കി മാറ്റുവാൻ ദൈവത്തിന് ഇന്ന് രാത്രി കഴിവുണ്ട്. It's mighty enough to make the same legs hear the noise of a great army. Glory. Hallelujah. Hallelujah. ആരാമ്യ സൈന്യത്തിന്റെ കാതിൽ കേട്ട ശബ്ദം കേൾക്കുന്നു. Do you hear the same sound which came to the army camp? ഞാൻ ഇത് ദൈവത്തിന്റെ വചനം രാവിലെ എടുത്ത് വായിക്കുമ്പോൾ എന്റെ ഹൃദയം സന്തോഷിച്ചു. My heart rejoiced when I read this verse this morning. നമ്മുടെ കാലുകളിലേക്ക്, നമ്മുടെ കൈകളിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ കഴിവില്ലായ്മയിലേക്ക് നോക്കി ഇത് കുഷ്ഠം പിടിച്ചതാണല്ലോ, ഇത് പട്ടിണി ഇരിക്കുന്നതാണല്ലോ, ഇത് കഴിവില്ലാത്തതാണല്ലോ, ഇതിന് പിടിക്കില്ലാത്തതാണല്ലോ എന്ന് പറഞ്ഞ് വിധിക്കുമ്പോൾ അതേ കാലുകളുടെ ശബ്ദത്തെ ആരവമാക്കി മാറ്റുവാൻ കഴിയുന്ന സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ പ്രാപ്തി ഈ കാലുകൾക്ക് വേണ്ടി ആവശ്യമാണ്. The same body that we judge that cannot be doing anything, God is able to do mighty things with it. അവൻ നാളേക്ക് മാറ്റി വയ്ക്കുന്ന വലിയ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. Tomorrow it is because of a great purpose. Glory. 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 Hallelujah. യേശുവേ. സഹോദരങ്ങളെ, നാളേക്കുള്ള ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്തുകൊണ്ടിരിക്കുകയായി. It's for tomorrow's thing God was doing in the midst of that 24 hours. Hallelujah. എന്റെ ജനത്തിന് ഒരു വ്യക്തിക്ക് ഇത്ര ഭക്ഷണം വെച്ച് കിട്ടത്തക്കവണ്ണം ആരാമ്യ സൈന്യത്തിന്റെ പാളയത്തിൽ അത്രയും ഭക്ഷണം വരേണം. For every member of the Israel people, God was making provisions in the Syrian army. ദൈവം നോക്കിയപ്പോൾ എല്ലാവർക്കും കൊടുക്കത്തക്ക ഭക്ഷണം ആ സമയത്ത് ആരാമ്യ പാളയത്തിലില്ല. When God looked at it, the food was not sufficient in that Syrian army. എന്നാൽ ദൈവത്തിന് അറിയാം ഇന്ന് രാത്രി ആരാമ്യ സൈന്യത്തിന്റെ പാളയത്തിൽ ഭക്ഷണം എത്തിച്ചു. But God knew that the food is going to be coming in the Syrian army. അത് വന്നിട്ട് വേണം അവരെ അവിടെ ഓടിക്കുക. Only after that food comes, He is going to vanish them off from that. എലീശാ പറഞ്ഞത് ഇത്ര വെച്ച് അളന്ന് കൊടുക്കുമെന്നാണ്. Elisha said that it is with specific amount what they're going to get. ശേക്കലിന് 1 സെയാ ഗോതമ്പുമാവും ശേക്കലിന് 2 സെയായവും വിൽക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. He said, this is what the Lord says, tomorrow at this time a seah of fine flour shall be sold for shekels. ആവശ്യമെന്ന് ദൈവം കണ്ടു. Because God knew every person according to ഇത്രയും ആൾക്കാർക്ക് ഇത്രയും ഭക്ഷണം കിട്ടിയേ മതിയാകത്തുള്ളൂ. for this entire multitude, this food is necessary. God knew.